ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ മെസ്സേജ് 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്നാണ്. അത് വാക്യം ഇതാണ്: പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശദീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാരായവർക്ക് എഴുതുന്നത്. ഇവിടെ വൃതന്മാരെന്നുള്ളത് മലയാളം വേർഷനിൽ മാത്രമാണ്. ഇംഗ്ലീഷ് വേർഷനിൽ ഇലക്ട് എന്നുള്ള വേർഡും ആണ് വരുന്നത്. ഇലക്ട് എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ്. അപ്പം അത് ശരിക്കും കൺവേർട്ട് ചെയ്യുമ്പം തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്നായിരുന്നു വരേണ്ടത്. ഈ വാക്യത്തിന്റെ ആദ്യത്തെ ഭാഗത്ത് പറയുന്നു, പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണമാണ് നമ്മളെ തിരഞ്ഞെടുത്തതെന്ന്. ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണമാണ് പൗലോസിനെ ജാതികളുടെ ഇടയിലേക്ക് സുവിശേഷം അറിയിക്കാൻ വിട്ടതെന്ന് പൗലോസും പറയുന്നതായിട്ടുണ്ട്. അപ്പം നമ്മളെ ഓരോ വ്യക്തികളെയും യേശു കർത്താവ് രക്ഷയിലേക്ക് കൊണ്ടുവന്നതും നമ്മളെ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏൽപ്പിച്ചതുമെല്ലാം പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണമാണ്. ഈ ഒരു വലിയ കൃപ നമുക്ക് ലഭിച്ചതോർത്ത് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. അതുപോലെ തന്നെ അതിനെ ശ്രേഷ്ഠമായി കരുതി മുന്നോട്ട് ജീവിക്കുക എന്നുള്ളതുമാണ്, അനുസരണത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്കിത് പ്രാവർത്തികമാക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.